ന്യൂസിലോട്ട് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാററ ഗവൺമെന്റ് യു പി സ്കൂളിലെ വാർത്താ ചാനലിന് നിരവധി പേരുകൾ നിർദ്ദേശത്തിൽ നിന്ന് കാററ ന്യൂസ് എന്ന പേര് തിരഞ്ഞെടുത്തു. ശ്രീ അജിത് ഷോളയൂർ ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സഹവാസ ക്യാമ്പിലേക്ക് മുഖ്യ അതിഥിയായി ക്ഷണിക്കുവാൻ തീരുമാനിച്ചു. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥി ആകാശിനെ സ്കൂൾ അസംബ്ലിയിൽ കാർഷിക മന്ത്രിയായി എച്ച്.എം. സിന്ധു സാജൻ തിരഞ്ഞെടുത്തു. പത്രയ്ക്ക് സമ്മാനദാന ചടങ്ങിലാണ് പ്രഖ്യാപനം നടത്തിയത്. കേരളപ്പിറവിയോട് അനുബന്ധിച്ച് പ്രത്യേക നിയമസഭ സന്ദർശനത്തിനായി ഉള്ള തിരുവനന്തപുരം യാത്രയുടെ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന വിവരം പ്രധാന അധ്യാപിക ശ്രീമതി സിന്ധു സാജൻ അറിയിച്ചു. പുത്തൻ പ്രതീക്ഷകളുമായി കുട്ടിക്കർഷകർ. സ്കൂൾ പച്ചക്കറിത്തോട്ടം കൂടുതൽ വിപുലപ്പെടുത്തി പയറും ബീൻസും മുളകും ഇട്ട് കൂട്ടായ്മയുടെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് കുട്ടിക്കർഷകർ. അനുകൂല കാലാവസ്ഥ കൃഷിക്ക് ഫലപ്രദമായെന്നും സ്കൂൾ ലീഡർ മയൂക അറിയിച്ചു. ഇത്തവണത്തെ ഞങ്ങളുടെ ഏവരുടെയും ഒരു വലിയ പ്രതീക്ഷയാണ് ഈ പച്ചക്കറിത്തോട്ടം. അഗളി കൃഷിഭവന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തവണ ഞങ്ങൾ ഈ കൃഷി ആരംഭിച്ചത്. കൃഷി ആരംഭിച്ചതിന് ശേഷം വളരെയധികം അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. കേരളപ്പിറവിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കാററ ഗവൺമെന്റ് യു പി സ്കൂളിൽ കേരളപ്പിറവിയോട് അനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തം രേഖപ്പെടുത്തി. സംസ്ഥാന വാർത്തകൾ. വാർഷിക പരീക്ഷ തീയതി പ്രഖ്യാപിച്ചു. SSLC പരീക്ഷ 2026 മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് അവസാനിക്കും. സ്കൂൾ വാർഷിക പരീക്ഷ 18 മുതൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി.